കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ജാമാണ് ഉണ്ടാക്കുന്നത്, മിക്സഡ് ഫ്രൂട്ട് ജാം. ഇത് കുറേ നാളായിട്ട് എന്നോട് പലരും ചോദിച്ചിരുന്ന ഒരു റെസിപ്പിയാണ്. എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല, ഇപ്പോഴാണ് ഇത് സാധിക്കുന്നത്. ഇതിന് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഉപയോഗിക്കാം. ഇതിന് പ്രത്യേക ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് തരം ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഈ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടാക്കാം. പിന്നെ ഫ്രൂട്ട്സിൻ്റെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ഇതിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ജാമാണിത്. ബ്രെഡിൽ തേച്ച് കൊടുക്കാം, അതുപോലെ ചപ്പാത്തിയിലൊക്കെ തേച്ച് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തൊക്കെ ചേർത്താണ് ഈ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ആപ്പിള്. ഇത് തൊലി ചെത്തിയകത്തെ കുരുവും ഒക്കെ കളയാനുള്ളതാണ്. അതുപോലെ 200 ഗ്രാം മുന്തിരിങ്ങ. ഇത് കറുത്ത മുന്തിരിങ്ങ, ഇത് സീഡ്ലെസ് ആണ്. 200 ഗ്രാം പൈനാപ്പിൾ. ഇത് തൊലിയും അകത്തെ കൂഞ്ഞിലും എടുത്ത് കളയാനുള്ളതാണ്. ഓറഞ്ച് 200 ഗ്രാം, അതും പൊളിച്ച് അതിൻ്റെ അകത്തെ വെള്ളപ്പാടയൊക്കെ എടുത്ത് കളയണം. ചെറുപഴം എടുത്തിരിക്കുന്നത് 3 എണ്ണമാണ്, അതൊരു 100 ഗ്രാം വരും. കളറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബീറ്റ്റൂട്ട്, ഇതൊരു 50 ഗ്രാം വരും. പപ്പായ നല്ല പഴുത്തത്, അതും 200 ഗ്രാം. ഇത് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരു കഷ്ണം കറുവാപ്പട്ട, ഇത് ചെറുതായതുകൊണ്ടാണ് 3-4 സ്റ്റിക്ക് ഉണ്ടെന്ന് ഉള്ളത്. അത് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു കറുവാപ്പട്ട. 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് പഴത്തിൻ്റെയൊക്കെ മധുരം അനുസരിച്ച് വേണം നമ്മൾ ഇതിന് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഒരു നാരങ്ങ ഇതിൻ്റെ നീരെടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം. ഈ ആപ്പിളിൻ്റെ തൊലിയും കുരുവും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അകത്തെ ഈ ഭാഗമൊക്കെ എടുത്ത് കളയണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കണം. നമ്മൾ ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുപോലെ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ചെയ്യാം. ആപ്പിൾ മുറിച്ച് വെച്ച് ഇനി മുന്തിരിങ്ങായി ഒന്ന് മുറിച്ച് വെക്കാം. ഇത് കുരുവുള്ളതാണെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ കുരു എടുത്ത് കളയണം. കുരുവില്ലെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ടാൽ മാത്രം മതി. നമുക്ക് അങ്ങനെയൊന്ന് എല്ലാം ചെയ്യാം. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ഇതിനു വേണ്ടി എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഓറഞ്ച് എടുക്കുമ്പോൾ അതിൻ്റെ വെളുത്ത പാടയും അകത്തെ കുരു കൊണ്ട് അത് മുറിച്ച് എടുത്ത് കളയണം. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓറഞ്ച്, പൈനാപ്പിൾ, ആപ്പിൾ, പപ്പായ, പഴം, ഗ്രേപ്സ്. ഇത് ഞാൻ മുറിച്ച് വെച്ചേക്കുന്നതാണ്. കുരുവുള്ളതാണെങ്കിൽ ഇതിൻ്റെ അകത്തെ മുറിച്ച് കുരു എടുത്ത് കളയണം. കളറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബീറ്റ്റൂട്ട്. ഇത് വേവിക്കുന്ന കൂടെ കറുവാപ്പട്ട ഇട്ട് വേവിച്ചെടുക്കാം. അരയ്ക്കുന്നതിന് മുമ്പ് കറുവാപ്പട്ട എടുത്ത് മാറ്റേണ്ടതാണ്. ഇതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ആദ്യം ഒന്ന് ചെറു തീയിലിട്ടൊന്ന് ഇളക്കി വന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിയാൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെക്കാം. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് വേഗം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇതിന് മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം ഇത് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ഇനി കുറച്ചുകൂടെ വെള്ളം ഇറങ്ങി വന്ന് ഇത് വേകാനുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ചെറു തീയിലിട്ട് ഇനി വേവിച്ചെടുക്കണം. നമുക്ക് വീണ്ടും ചെറു തീയിലിട്ടിട്ട് മൂടി വെക്കാം.
അപ്പോൾ ഇത് വേഗം വെച്ചിട്ട് 15 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സും ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഈ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഈ പട്ട കഷ്ണം ഒന്ന് എടുത്ത് മാറ്റണം. ഇതുപോലെയുള്ള കഷ്ണം എടുത്ത് മാറ്റണം. ഇനി നമുക്കിത് ജാറിലേക്ക് മാറ്റാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ വെള്ളം തന്നെ മതി. ഒന്നായിട്ടോ രണ്ടായിട്ടോ അത് നമ്മൾ എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ അരച്ചെടുക്കാം. കഷ്ണങ്ങൾ മുഴുവൻ എടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാം. നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇത് വടിച്ചിടുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കൈ വിടാതെ ഇനി ഇളക്കണം. തീ കൂട്ടി വെച്ച് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഇളക്കി ചെല്ലണം. ഇത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും നമ്മൾ ഇളക്കാതെ ഇരിക്കുമ്പോൾ അടിയിൽ പിടിക്കും. ഇത് സാമാന്യം വലിയ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് വേണം കുറുക്കാനായിട്ട്. കാരണം ഇത് പൊട്ടിത്തെറിച്ച് വരും. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഒട്ടും കൂട്ടരുത്. തീ കൂട്ടുന്തോറും ഇതിനകത്തുനിന്ന് തെറിച്ച് വരുന്നത് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ കയ്യിലൊക്കെ വീണ് പൊള്ളും. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം തീ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് അലുത്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മധുരം നോക്കിയിട്ടാണ് ബാക്കി ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഴത്തിൻ്റെ മധുരം പോലെ ഇരിക്കും ജാമിനുള്ള മധുരം. അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ജാമിന് സാമാന്യം നല്ല മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് മധുരം പോരാ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുവാണ്. ഇപ്പം ജാമിൻ്റെ പാകം ഒരു 1/4 പാകമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ അതിൻ്റെ കുരു എടുത്ത് മാറ്റണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുരു ഇതിൻ്റെ അകത്ത് വീണ് കിടന്നാൽ കയ്പുണ്ടാകും. ജാമ് പാകമായി വരുന്ന ഇതിനൊരു നോക്കുന്നത് പാകമായോ എന്നറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ പതുക്കെ ഇതിങ്ങനെ ഒഴുകി വരാവുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ആകുന്നതാണ് പാകം. പെട്ടെന്ന് ഒഴുകി വന്നാൽ അതിൻ്റെ പാകമായില്ല, ഇനി അതിൻ്റെ അകത്ത് വെള്ളം പറ്റാനുണ്ടെന്നാണ് കണക്ക്. ഇതിപ്പം പാകമായി. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 1-2 തുള്ളി ജാം ഒഴിച്ചു കൊടുത്താൽ അത് അടിയിലേക്ക് പോകണം. അന്നേരം പാകമായെന്നാണ് കണക്ക്. അങ്ങനെയാണ് ജാമിൻ്റെ പാകം നോക്കുന്നത്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുപ്പിയിലാക്കാം. ഈ പാകത്തിൽ കൂടുതലായിപ്പോയാൽ ഇത് ബ്രെഡിലൊന്നും തേക്കാൻ പറ്റുകയില്ല. അതുപോലെ പാകം നോക്കിയിരിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.